ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വലിയൊരു ട്വിസ്റ്റാണ് കേട്ടോ നടക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിവേക് അത് തെറ്റിദ്ധരിക്കപ്പെടുകയാണ് കേട്ടോ വർഷ ഇനിയും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ജുവിനെ രക്ഷിക്കാനായിട്ട് വർഷ എന്തായാലും രാഹുലിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അമ്പനാട് വിക്രമിൻ്റെ മകൻ വർഷയെ സ്നേഹിക്കുന്നുണ്ട്, അവരുടെ കല്യാണം നടത്തി കൊടുക്കണമെന്ന് തന്നെയാണല്ലോ. കണ്ണിൽ കാണാത്തതൊന്നും വിശ്വസിക്കരുത് എന്നുള്ളത് രാഹുൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിവേകിനോട്. പക്ഷേ ഇത് നേരിട്ട് കാണാട്ടോ വിവേക് വർഷയുടെ ഒപ്പം രാഹുലിനെയും. അപ്പോൾ വർഷയെ ഇവിടെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അപ്പോഴത്തേനും ഭയങ്കര വിഷമമാണ്. അതിനുശേഷം തന്നെ വർഷ പറയുന്നുണ്ട്, വിവേക് ഇത് വിശ്വസിക്കരുത്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ വിവേകുണ്ടോ ഇനി വർഷയെ വിശ്വസിക്കുന്നത്? കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ട് കണ്ടു, പക്ഷേ രാഹുലിനും മറുത്തൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണിപ്പോൾ. അതിനുശേഷം തന്നെ അഞ്ചൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. വിവേകിനോട് മനസ്സ് തുറന്ന് വർഷ പറയുന്നുണ്ട്, വിവേക് എന്നെ ഒന്ന് വിശ്വസിക്കുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കൈയിനൊക്കെ കയറി പിടിക്കുന്നുണ്ട്. പക്ഷേ വിവേകുണ്ടോ എൻ്റെ ദേഹത്ത് തൊട്ട് പോകരുതെന്നുള്ള ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ്. അപ്പോഴത്തേനും അറിയാം വർഷയ്ക്ക് വിവേകിനോട് ഒരുപാട് ഇഷ്ടമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ സത്യാവസ്ഥ വിവേകിൻ്റെ മുന്നിൽ തുറത്ത് കാണിക്കാനായിട്ട് ശ്രമിച്ചത്. പക്ഷേ വിവേകിനും വർഷയെ ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇങ്ങനെ അവളെന്നെ തേച്ച പോലെയാണ് ഇപ്പോൾ വിവേക് തൻ്റെ കൂട്ടുകാരനായിട്ടുള്ള അങ്കിതിനോട് സംസാരിക്കുന്ന കേട്ടോ. പക്ഷേ ഇതെല്ലാം തന്നെ കലങ്ങി തെളിയണമെങ്കിൽ അഞ്ച് തന്നെ കാര്യങ്ങൾ വിവേകിനെ അറിയിക്കേണ്ടിയിരിക്കുന്നു. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ കഴിയുന്നത്.